ഇപ്പൊ നമ്മൾ സൺഹയും പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവന്റെ അമ്മയുടെ ഫോൺ കോൾ വരുന്നത്. പക്ഷെ അത് അവൻ അറ്റൻഡ് ചെയ്യുന്നില്ല. അടുത്ത ദിവസം രാവിലെ അവൻ എണീക്കുമ്പോൾ അവന്റെ കണ്ണൊക്കെ നല്ല ചുമന്ന് കിടപ്പുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരിക്കാൻ നേരം എന്ത് പറ്റി നിന്റെ കണ്ണിനെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുറെ നേരം ഇരുന്ന് പഠിച്ചു എന്ന് കള്ളത്തരം പറയുകയാണ്. ഇപ്പൊ സ്കൂളിൽ പോകുന്ന നേരം ബസ്സിൽ വെച്ചിട്ട് നമ്മുടെ ജോണിനോട് ഹേജൽ സംസാരിക്കുന്നുണ്ട്. എടി, നിനക്ക് ആ ലവ് ലെറ്റർ എഴുതി ചേർക്കാൻ വല്ല 100 കിലോ ഉള്ള ഒരു തടിയനാണെങ്കിൽ നീ എന്തോ ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ ഒരാളുടെ അപ്പിയറൻസ് വെച്ച് അയാളെ ജഡ്ജ് ചെയ്യുന്നത് നല്ലതല്ല എന്ന് അവള് പറയുകയാണ്. എടാ, നീ എന്തോ നോക്കി നിൽക്കുന്നത്, എന്തെങ്കിലും പറയുന്ന പറഞ്ഞ് നമ്മുടെ സൻഹയും ചോദിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് അവനും പറയുന്നത്. ജുവോണും ഭയങ്കര പോസിറ്റീവായിട്ട് നടക്കുകയാണ് എല്ലാ കാര്യത്തിലും. ഇപ്പൊ നമ്മുടെ ജുവോണിനെ കണ്ടിട്ട് ദാലു ഓടി വന്ന് അവളടുത്ത് പറയുന്നത്, ഇടി നിനക്ക് ലവ് ലെറ്റർ എഴുതിയത് ആരാന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, പെട്ടെന്ന് വാന്ന് പറഞ്ഞ് അവളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പോകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഹേജിന്റെ ബാസ്കറ്റ് ബോൾ ടീമിലുള്ള ഫ്രണ്ട്സ് പറഞ്ഞിട്ട് അവനും ആരാണെന്ന് മനസ്സിലാക്കാണ്. ഇതറിഞ്ഞ് ഇവനും ഓടിച്ചത് നമ്മുടെ സൻഹ എടുത്ത് പറയുന്നത്, എടാ ജുവോണിന് ലെറ്റർ എടുത്ത് ചേർക്കാൻ നല്ല രസമുള്ള ചെറുക്കനാ, അവൻ നല്ല രീതിയിൽ പഠിക്കും, നല്ല നീളമുണ്ട്, കാണാൻ നല്ല ലുക്ക് വേണമെന്ന് പറയാണ്. പക്ഷെ സൻഹയ്ക്ക് അത്രയ്ക്കൊരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. നമുക്കൊരു സമാധാനത്തിന് നേരിട്ട് നമ്മുടെ കണ്ണ് വെച്ചിട്ട് കാണണ്ടേന്ന് പറഞ്ഞ് ഇവനെ വിളിച്ചുകൊണ്ട് പോകാൻ പോകുമ്പോഴാണ് നമ്മുടെ ജുവോണും ദാലും കൂടെ ആ ചെറുക്കനെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവന്റെ പേരാണ് ജുൻഹോ. ഇപ്പൊ നമ്മുടെ ജുവോണും ചിന്തിക്കുന്നത് അവന്റെ അടുത്ത് എങ്ങനെയെങ്കിലും പോയി സംസാരിക്കണമെന്ന്. അങ്ങനെ അവളും പെട്ടെന്ന് മുടിയൊക്കെ റെഡിയാക്കിയിട്ട് അകത്തോട്ട് പോകുമ്പോഴാണ് ആശാൻ പുറത്തോട്ടിറങ്ങി വന്ന് ഇവർ രണ്ടുപേരും കൂടെ കൂട്ടിമുട്ടുന്നത്. ഇപ്പൊ അവനവളെടുത്ത് ചോദിക്കുന്നത്, ഞാൻ അത് എഴുതിയെന്ന് നിനക്ക് മനസ്സിലായോ? ഞാൻ എന്നെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് നിന്നോട് നേരിട്ട് വന്ന് സംസാരിക്കാന്ന് കരുതിയതായിരുന്നു. ഇത് കേട്ട് അവളും, ഓ അതൊന്നും കുഴപ്പമില്ല, നമ്മൾ നേരത്തെ സമയം സേവ് ചെയ്തെന്ന് കരുതിയാൽ മതി എന്ന് പറയാണ്. നമുക്കിന്ന് വൈകിട്ട് ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അവളും ഓക്കെ പറയാണ്. ഇതൊക്കെ കണ്ട് ദൂരെ നിന്ന് നമ്മുടെ ദാലു ഹേജിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കൊള്ളാം കൊള്ളാം, കാണാൻ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുമ്പോഴാണ് ബാക്കിൽ കൂടെ നമ്മുടെ സൻഹയും വരുന്നത്. ഇപ്പൊ നമ്മുടെ ജോണും ആ പയ്യനായിട്ടൊരു ഡേറ്റിന് പോകുമ്പോഴാണ് അവളും മനസ്സിലാക്കുന്നത് ഇപ്പം കൂടുതൽ സ്പൈസി ആയിട്ടുള്ളത്, കൂടുതൽ സ്വീറ്റ് ആയിട്ടുള്ളത് ഒന്നും കഴിക്കത്തില്ല എന്ന്. അവള് 2 സ്ട്രോബെറി കേക്കിലും നോക്കിക്കൊണ്ടിരിക്കുന്ന അല്ലാതെ അത് അവൾക്ക് കിട്ടുന്നില്ല. ഇപ്പൊ ഇവരും ബസ് കാത്തിരിക്കുമ്പോ നമ്മുടെ ജോൺ അവന്റെ അടുത്ത് ചോദിക്കുന്നത്, നിനക്ക് ഓപ്പോസിറ്റ് വഴിയിലൂടെയല്ലേ പോകണ്ടേ, പിന്നെ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? അപ്പൊ അവനും പറയുന്നത്, ഞാൻ നീ പൊയി കഴിഞ്ഞിട്ട് പൊയ്ക്കോളാമെന്ന്. ഇതും കേട്ട് അവള് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് അവനും പറയുന്നത്, നീ ഭയങ്കര ഹാപ്പിയും ചീർഫുള്ളും ആയിട്ടാണല്ലേ വളർന്നു വന്നത്. സാധാരണ എല്ലാരും പറയാറുണ്ട് സിംഗിൾ പാരന്റ്സ് വളർത്തുന്ന പിള്ളേർ ഭയങ്കര ലോൺലി ആയിരിക്കും. പക്ഷെ നിന്റെ കാര്യത്തില് അത് വെറും ഒരു പറച്ചില് മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയാണ്. ഇത് കേട്ടിട്ട് അവളും ചോദിക്കുന്നുണ്ട്, സിംഗിൾ പാരന്റ് ഉള്ള വ്യക്തിക്ക് എന്താ പ്രശ്നമെന്ന്, നിനക്ക് അച്ഛനും അമ്മയും ഉണ്ടോ? ആ, മിക്കുള്ളവർക്കും ഉണ്ടല്ലോ അത് എന്നിങ്ങനെ അവനും പറയാണ്. ഇതും കേട്ട് അവള്, നിനക്ക് ചേട്ടനുണ്ടോന്ന് ചോദിക്കുമ്പോ ഇല്ല, ഞാൻ ഒറ്റ മകനാണെന്ന് പറയാണ്. എങ്കിൽ ഞാൻ പറയാം, എനിക്ക് 2 ചേട്ടന്മാരുണ്ട്. ഇപ്പൊ ഒരാൾ വന്നിട്ട് നിന്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചെങ്കിൽ നീ എന്തോ പറയും? അയ്യോ, ഒറ്റ മകനായിട്ടാണോ വളർന്നത്, അപ്പൊ നിനക്ക് ഭയങ്കര സങ്കടം കാണുമല്ലോ മോനെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചാ. അത് മാത്രല്ല, ഞങ്ങളുടെ വീട്ടിലെ ആൾക്കാരുടെ എണ്ണവും കൂടുതലാണ് നിന്നെക്കാട്ടിലും എന്നൊക്കെ പറഞ്ഞ് കുറെ ഡയലോഗ് അടിച്ചിടാണ് ഇവള്. എന്നെ പറഞ്ഞു വിടാനും വേണ്ടിയിട്ടൊന്നും ഇവിടെ ആരും നിൽക്കണ്ട, ഞാനൊക്കെ തന്നെ പൊയ്ക്കാളെന്ന് പറഞ്ഞ് ബസ്സിൽ കയറി പോകുന്നതിന് മുന്നേ ഇനി മേലെ എന്നോട് മിണ്ടാൻ വരരുതെന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് കയറി പോവുകയാണ്. ഇതും കേട്ട് അവന് സങ്കടത്തിൽ നിൽക്കുന്നത്. ഇപ്പൊ ഇതേ സമയം വീട്ടിൽ നമ്മുടെ അച്ഛന്മാരെടുത്ത് ഹേജിനും അവനെയും പറ്റി ഇങ്ങനെ പൊക്കി പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ സൻഹയും പറയുന്നത്, എടാ നിനക്ക് അവൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട, നീ പോയി ഡേറ്റ് ചെയ്യ്. ഇപ്പൊ അച്ഛനും ഹേജിനെടുത്ത് ജുവോൺ എത്താറായോ എന്ന് വിളിച്ചു ചോദിക്കാൻ പറയുമ്പോഴാണ് അവളും ഇങ്ങനെ എത്തുന്നത് വീട്ടിൽ. അവളും കയറി വന്ന് അവരുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പോകുമ്പോ, എടി നീ പുറത്തുനിന്ന് കഴിച്ചെന്നല്ലേ ഞങ്ങൾ വിചാരിച്ചെന്ന് ചോദിക്കുന്നു നമ്മുടെ ഹേജിനും. ആ, ഞാൻ കഴിച്ചാ, പക്ഷെ ഇത് കഴിക്കാനും എന്റെ വയറ്റിൽ സ്പേസ് ഉണ്ടെന്ന് പറയാണ്. ഇവളിങ്ങനെ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നതുകൊണ്ട് എന്തോ പ്രശ്നം സംഭവിച്ചെന്ന് ഇവർക്ക് മനസ്സിലായി. ചോദിക്കുമ്പോഴാണ് ഈ ഡേറ്റ് സംഭവിച്ചിട്ടേ ഇല്ലാത്ത രീതിയിൽ ഇരിക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചെന്ന് പറയുന്നത്. ഇതിങ്ങോട്ട് ഹേജിന് ഷോക്കായിട്ട്, ഇടി ഇതെന്ത് സത്യമാണോ നീ പറയുന്നത്? അപ്പൊ ജോണും, അവനാണെങ്കിൽ സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കത്തില്ല, ക്യാരറ്റ് തിന്നത്തില്ല, പക്ഷെ അതൊക്കെ പോട്ടെ അവൻ കേക്ക് പോലും തിന്നത്തില്ല. കേക്ക് തിന്നാൻ പറ്റാത്ത ഒരാളെ എനിക്ക് വേണ്ട. ഇതൊക്കെയാണോ ഒരു വാലിഡ് ആയിട്ടുള്ള റീസൺ? ഇത് കേട്ട് സൻഹയുടെ അച്ഛനും അവളെ സപ്പോർട്ട് ചെയ്ത്, ആ അവന് സെൻസ് ഇല്ലാത്തത് നമ്മുടെ കുഴപ്പമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ അടുത്ത ദിവസം സ്കൂളിൽ വെച്ചിട്ട് ദാലും ജുവോൺ എന്തുകൊണ്ടാ അവനെ റിജക്ട് ചെയ്തെന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവനും വന്നിട്ട് ഇവളോട് സോറി ചോദിച്ച് ഒരു ചാൻസ് കൂടി ചോദിക്കുന്നത്. ബസ് സ്റ്റോപ്പിൽ വെച്ച് സംഭവിച്ച കാര്യം നീ ആരോടെങ്കിലും പറഞ്ഞോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ ചിന്തിക്കാമെന്ന് അവളും പറയുമ്പോ ഇതും കേട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവൻ പോകുന്നത്. എടി, ബസ് സ്റ്റോപ്പിൽ വെച്ച് എന്ത് സംഭവിച്ചെന്ന് ദാലും ചോദിക്കുമ്പോ അവള് കാര്യങ്ങളൊന്നും പറയുന്നില്ല. അന്നത്തെ ദിവസം സൻഹയെ കാണാനായിട്ട് അവന്റെ അമ്മ സ്കൂളിന്റെ പുറത്ത് വെയിറ്റ് ചെയ്ത്
നിൽക്കായിരുന്നു. അവരെ കണ്ടുടനെ അവന് ദേഷ്യം വരും. പക്ഷെ അവരവന്റെ അമ്മ ആയതുകൊണ്ട് അവൻ അതെല്ലാം കൺട്രോൾ ചെയ്ത് ഇപ്പൊ ജുവോണിനെ പറഞ്ഞിട്ട് സംസാരിക്കാൻ പോയിരിക്കുകയാണ് അവരുടെ അടുത്ത്. ഈ 10 വർഷമായിട്ട് ഞാൻ നിന്നെ കോണ്ടാക്ട് ചെയ്യാത്തതിൽ നിനക്ക് നിരാശയുണ്ടെന്ന് എനിക്കറിയാമെന്ന് നമ്മുടെ അമ്മയും പറയും. ഞാൻ നിന്റെ അനിയത്തിയെ നിന്നെ കാണിക്കാൻ കൊണ്ടുവരാം. അവളുടെ പേര് സോഹി എന്നാണ്. 7 വയസ്സുണ്ട്. ഒരു ചേട്ടനും അനിയത്തിയും ഇത്രയും വർഷമായിട്ട് കണ്ടിട്ടില്ല എന്ന് പറയുന്നത് തന്നെ ഒരു മണ്ടത്തരമല്ലേ എന്ന് ഇങ്ങനെ പറയും. ഇതും കേട്ട് നമ്മുടെ സൻഹയ്ക്കും ദേഷ്യം വരും. ഇപ്പൊ ഇവര് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ നമ്മുടെ ഹേജനും ജുവോണും കൂടെ പുറത്തുനിന്ന് നോക്കൊണ്ടിരിക്കും. ഇവർ രണ്ടുപേരും കാണാൻ ഒരേപോലെ തന്നെ ഉണ്ടെന്ന് നമ്മുടെ ഹേജനും പറയുമ്പോൾ ആരും പറഞ്ഞു ഒരേപോലെ ഒന്നും ഇല്ല എന്ന് ജുവോണും പറയാണ്. നീ എന്തിനാടി എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ എപ്പോഴും നമ്മുടെ ഹെൽപ്പ് വേണ്ടിയെന്ന് അറിയാൻ പറ്റത്തില്ല. ഓ അതിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്കിപ്പൊ അങ്ങ് പോവാന്ന് പറഞ്ഞ് അവളെ വിളിച്ചോണ്ട് പോകാൻ പോകുമ്പോൾ അവൾ അവിടെ തന്നെ നിൽക്കുകയാണ്. ഇപ്പൊ അകത്ത് നമ്മുടെ അമ്മയും ഈ 10 വർഷങ്ങൾക്ക് ശേഷവും നിനക്ക് എന്നോട് ഇങ്ങനെ തന്നെയാണോ പെരുമാറാൻ തോന്നുന്നതെന്ന് ചോദിക്കുമ്പോൾ അവനും ചോദിക്കുന്നത് അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. 10 വർഷം നിങ്ങൾ വന്നില്ല, പെട്ടെന്ന് എന്തിനാ ഇപ്പൊ വന്നത്? അപ്പോഴാണ് അവരും പറയുന്നത് നീ ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ് നൽകാനായിട്ടെന്ന്. ഇതും കേട്ട് അവൻ ദേഷ്യവും സങ്കടവും എല്ലാം കൂടെ ഒരുമിച്ച് വരികയാണ്. ഈ സമയം ഹേജുൻ അവന്റെ അമ്മയെ അവനെ ഉപേക്ഷിച്ചിട്ട് പോയത് ആലോചിച്ച് സങ്കടപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം സൻഹ അവന്റെ അമ്മയോട് ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കല്ലേന്ന് ശബ്ദമുയർത്തി അവന്റെ അമ്മ ചോദിക്കുകയാണ്. എന്നിട്ട് വീണ്ടും പഴയതുപോലെ അനിയത്തി മരിച്ചതിന്റെ കാര്യം സംസാരിക്കുകയാണ്. ഇത് കേട്ട് സൻഹയ്ക്ക് ആകെപ്പാട് കൺട്രോൾ പോകുന്ന ഇവനും ഒരു ഇമോഷൻ ഇല്ലാത്ത രീതിയിൽ പറയുന്ന മുത്തശ്ശിനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. അവരോട് ഇനി എന്നെ കോണ്ടാക്ട് ചെയ്യരുതെന്ന് പറയണം, നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. ഇപ്പൊ നമ്മുടെ സൻഹയും ഒന്നും മിണ്ടാതെ നടക്കുമ്പോൾ ജുവോൺ അവന്റെ ബാക്കിൽ തന്നെ നടക്കുന്നുണ്ട്. സൻഹയാണെങ്കിൽ ഒരു ബോധവും ഇല്ലാതെ വണ്ടിയുടെ ഇടയിലോട്ട് നടന്നു പോകുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ജുവോണും പിടിച്ചു മാറ്റുന്നത്. അവനെ പറ്റി ചിന്തിച്ച് ഇപ്പൊ നമ്മുടെ ജുവോണും കിടന്ന് കരയുമ്പോൾ അവളെ സമാധാനിപ്പിക്കാനായിട്ട് അവൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഇവക്കും അവള് കൊതിച്ചിരുന്ന ആ സ്ട്രോബെറി കേക്ക് വാങ്ങിച്ചു കൊടുത്ത് അവളുടെ സങ്കടം അങ്ങ് മാറ്റുകയാണ് സൻഹ. നമ്മുടെ സൻഹയുടെ അച്ഛനും അയാളുടെ ഡ്യൂട്ടിക്കിടയിലാണ് സൻഹയുടെ അമ്മയെ കാണുന്നത്. അങ്ങനെ ഇവര് സംസാരിക്കുന്നുണ്ട്. സൻഹയുടെ അമ്മയും അവരുടെ ഹസ്ബൻഡിന്റെയും മകളുടെയും കാര്യമൊക്കെ സംസാരിക്കുമ്പോൾ ഇത് കേട്ട സൻഹയുടെ അച്ഛനും ചെറിയ വിഷമം വരുന്നുണ്ട്. അവരും പറയുന്ന ഫാമിലി എപ്പോഴും ഒരുമിച്ച് തന്നെ കാണണമെന്നും അവരിപ്പോ ഇവിടെ എത്തിയിരിക്കുന്നത് അവരുടെ ഹസ്ബൻഡിനെ ബിസിനസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവർ സൻഹയെ സോളിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന കാര്യത്തെ പറ്റിയിട്ട് സംസാരിക്കുകയാണ്. അവനെ അവിടെ കോളേജിലൊക്കെ ചേർക്കാനായിട്ട്. 10 വർഷം മുന്നേ അവനെ ഉപേക്ഷിച്ചു പോയിട്ട് ഇപ്പൊ വന്ന് ഇതൊക്കെ പറയാൻ നിനക്ക് ധൈര്യം എങ്ങനെ വന്നു എന്ന് അച്ഛനും ചോദിക്കുകയാണ്. അങ്ങനെ അവര് തമ്മിൽ അവിടെ തർക്കം നടക്കുകയും സൻഹയുടെ അച്ഛനും എണീറ്റ് പോവുകയാണ് ഉദ്ദേശിച്ച്. ഇപ്പൊ ഇതേ സമയം നമ്മുടെ ജുവോണിന്റെ അച്ഛനും ഒരു ലോയറിനെ കണ്ടുകൊണ്ട് ഇറങ്ങി വരും. ഹേജുന്റെ യഥാർത്ഥ അച്ഛൻ വന്ന് ഇപ്പൊ അവനെ കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാനും വേണ്ടിയിട്ടാണ് അവിടേക്ക് ചെല്ലുന്നത്. പക്ഷെ ആ കാര്യങ്ങൾ അത്രയ്ക്ക് ഈസി അല്ലെന്നും അയാൾ മനസ്സിലാക്കുകയാണ്. ഇപ്പൊ ഡിന്നർ കഴിക്കാൻ നേരം സൻഹയുടെ അമ്മ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ വന്ന കാര്യം ജൂൺ എടുത്തിടുമ്പോ ഹേജന് ചെറുതായിട്ട് അപ്സെറ്റ് ആവുകയാണ്. അമ്മ അവരുടെ മകനെ കാണാൻ എത്തിയത് ഇത്രയും വലിയ പ്രശ്നമാണോ എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മുടെ ഹേജനോട് അവളും ചോദിക്കുന്നത് നീ അതിന് ദേഷ്യപ്പെടാൻ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ, ഞാനൊന്നും ദേഷ്യപ്പെട്ടില്ല എന്ന് അവനും പറയുമ്പോഴാണ് നമ്മുടെ സൻഹയും പറയുന്നത് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഇനി എന്നെ കാണാൻ വരരുതെന്ന്, അച്ഛനോടും അത് തന്നെ ഞാൻ പറഞ്ഞോളാം, സമാധാനമായില്ലടാ എന്ന് ഹേജനെ നോക്കി ചോദിക്കുമ്പോൾ അവനും നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സൻഹയെ. ഇത് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോ സൻഹയുടെ പുറകെ തന്നെ ഹേജനും പോയിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ എന്തിനാടാ സമാധാനപ്പെടേണ്ടത്, നീ പറ, നീ കൂടുതൽ ജലസാവേണ്ട ആവശ്യമൊന്നുമില്ല, അവരിപ്പോഴും എന്നെ എന്റെ അനിയത്തിയുടെ മരണത്തെ പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് എന്നെ എപ്പോഴും കുറ്റപ്പെടുത്തി ആ രീതിയിൽ എന്നെ ജീവിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. എങ്കിലും അവർ നിന്റെ അമ്മയല്ലേ എന്ന് ഹേജനും ചോദിക്കുമ്പോൾ ഈ ലോകത്ത് ടോക്സിക് ആയിട്ടുള്ള ഫാമിലി റിലേഷൻസും കാണും, ഞാനും എന്റെ അമ്മയും അങ്ങനെ ഒരു ഫാമിലിയാണ്. നീ നിന്റെ അച്ഛനെ കണ്ടപ്പോ ഹാപ്പി ആയിരുന്നോ, എങ്കിലും അയാൾ നിന്റെ അച്ഛനല്ലേ എന്ന് നീ ചിന്തിച്ചോ, അതുകൊണ്ട് ജലസാവാനും വേണ്ടിട്ട് ഒന്നും തന്നെ ഇല്ലാന്ന് പറയാണ്. അങ്ങനെ ഇതൊക്കെ കേട്ട് ഹേജന് തിരിയുമ്പോഴാണ് നമ്മുടെ ജോൺ അവിടെ നിന്നിട്ട് ആ കൊള്ളാം, എനിക്കൊരു ബ്രേക്ക് ആരെങ്കിലും തരാവോ, സ്വന്തം അമ്മയുടെ മുഖം പോലും കണ്ടിട്ടില്ലാത്ത ഒരുത്തിയുടെ ഫ്രണ്ടിൽ വെച്ച് നിങ്ങൾ ഇങ്ങനൊക്കെ തന്നെ പറയണം, നമുക്ക് ഐസ്ക്രീം കഴിക്കാന്ന് പറഞ്ഞാൽ അവളും അങ്ങ് പോന്ന്. അങ്ങനെ ഹേജനും അവന് വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ സൻഹയും ജുവോണും മാത്രമാണ് ഐസ്ക്രീം കഴിക്കുന്നത്. ഹേജൻ അവന്റെ അമ്മ ഇപ്പോഴും മിസ് ചെയ്യുന്നു എന്നും അവര് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ വരുന്ന എല്ലാ സ്പാം കോൾസും അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ ജുവോണും പറയുന്നത് നീ ഹേജിനെ പറ്റിയിട്ട് സങ്കടപ്പെട്ടോ, പക്ഷെ എന്നെ പറ്റിയിട്ട് സങ്കടപ്പെടേണ്ട ഒരാവശ്യമില്ല, ആൾക്കാർ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഒന്നും അതൊരു പ്രശ്നമല്ല. എന്തോ പറഞ്ഞത് അമ്മയില്ലാത്ത വ്യക്തിക്ക് ഇത്ര ഹാപ്പിനെസ് എന്നോ, അതൊരു തരി പോലും എന്നെ ബാധിക്കുന്ന കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവള് പോവാണ്. ഇതും കേട്ടിട്ട് സൻഹ അവളോട് ചോദിക്കുകയാണ് നിന്നോട് അങ്ങനെ ആരാ പറഞ്ഞെന്ന്. പെട്ടെന്ന് അവളും ടോപ്പിക്ക് മാറ്റാൻ വേണ്ടിട്ട് അതൊക്കെ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞ, നിനക്കറിയാലോ അല്ലേലും എനിക്ക് ചിരിക്കുന്ന മുഖമാണെന്ന്. ഈ സമയം ഹേജിന് സങ്കടത്തിൽ റൂമിൽ ഇരിക്കുകയാണ് കഥ അടച്ച്. പുറത്തിറക്കാനും വേണ്ടിട്ട് അവള് പറയുന്നുണ്ട് നീ ഇപ്പൊ കഥ തുറന്ന് ഈ ഐസ്ക്രീം മേടിച്ചു കഴിഞ്ഞാ അടുത്ത ഒരാഴ്ചത്തേക്ക് ഞാൻ തുണിയെല്ലാം മടക്കി വെച്ചോളാന്ന്. അതും കേട്ട് അവനും കഥ തുറന്ന് വന്ന് ആ ഐസ്ക്രീം അങ്ങ് മേടിക്കുന്നത്. ഇപ്പൊ അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് നമ്മുടെ സൻഹയെ ജുൻഹ കണ്ടുമുട്ടുമ്പോ അവൻ സൻഹയെ വിഷ് ചെയ്യുന്നുണ്ട്. നിനക്ക് എന്നെ അറിയാവോന്ന് ചോദിക്കുമ്പോ ജുവോന്റെ ചേട്ടനല്ലേ എന്നിങ്ങനെ അവനും ചിരിച്ചോണ്ട് പറയാണ്. ഇതിങ്ങിട്ട് സൻഹയെ ഭയങ്കര സീരിയസ് ആയിട്ട് അവൾ ഇപ്പോഴും ഒരു ചെറിയ കുട്ടിയാ, ഒരു റിലേഷൻഷിപ്പിൽ ആവാനുള്ള ഒരു മെച്യൂരിറ്റി അവൾക്ക് എത്തിയിട്ടില്ല, അതുകൊണ്ട് ജസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് മാത്രം ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് തമ്മിൽ പരിചയമൊന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാ നിനക്ക് അവളെ ഇഷ്ടപ്പെട്ടത്. ഇത് കേട്ട് അവനും പറയുന്ന അവള് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള പേഴ്സൺ ആണ്. അവൻ നടന്നു പോയിട്ട് തിരിച്ചു വന്നിട്ട് അവനോട്
ചോദിക്കാട്, നീ അവളോട് വേറെ വല്ലതും പറഞ്ഞായിരുന്നോ? അമ്മയില്ലാത്തൊരു കൊച്ചിന് ഇത്ര ഹാപ്പിനെസ് എവിടുന്നാന്ന്? തിങ്കേട്ട് അവനും ഇത്തം ജുവോൺ ആരോടും പറയലെന്ന് പറഞ്ഞാന്ന് പറയാണ്. ഇപ്പൊ നമ്മുടെ ഹേജിനും ബാസ്കറ്റ്ബോൾ കോർട്ടിലോട്ട് വരുമ്പോഴാണ് അവന്റെ അച്ഛൻ കൊടുത്തതെന്ന് പറഞ്ഞിട്ട് എല്ലാരും ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ ഇവര് ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹേജിനെ ചിന്തിക്കുന്ന അച്ഛനിപ്പോ കടയിലായിരിക്കുമല്ലോ എന്നിങ്ങനെ പറയുമ്പോഴാണ് അവിടുത്തെ ഉള്ള പറയുന്നത്, നല്ല പൈസയുള്ള അച്ഛനില്ലേ, ആ അച്ഛനാ കൊണ്ടുവന്ന് തന്നെന്ന്. ഇത് കേട്ട് ഹേജിനും ദേഷ്യത്തി അവന്മാരുടെ കയ്യിരിക്കുന്ന എല്ലാ ഫുഡും എടുത്ത് മേടിച്ച് കൊണ്ട് കളയാൻ നോക്കുമ്പോഴാണ് ഒരുത്തനും പറയുന്നത്, നിനക്ക് പൈസ ഉള്ള അച്ഛനുണ്ടെന്ന് പറഞ്ഞ് കൂടുതൽ ജാട കാണിക്കുവാണോ നീ എന്നിങ്ങനെ ചോദിക്കുന്നത്. അങ്ങനെ ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് അവളെ വഴക്കാവുകയും ഇടിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ സൻഹ വന്ന്, എടാ ഹേജുൻ നീ ഒന്ന് വാ എന്ന് പറയുമ്പോ അവൻ വരുന്നില്ല എന്ന് പറയാണ്. ഇത് ജുവോണിനെ പറ്റിയിട്ടുള്ള കാര്യമാണെന്ന് പറയുമ്പോഴാണ് അവനും ചെല്ലുന്നത്. അങ്ങനെ സ്കൂളിലെ ഇപ്പൊ ഓരോ പിള്ളേരും പറയുന്നത് ജുവോന്റെ 2 ചേട്ടന്മാരും കൂടെ ജുൻഹോയെ സ്റ്റോർ റൂമിലോട്ട് വിളിച്ചോണ്ട് പോയിട്ടുണ്ടെന്ന്. അങ്ങനെ ന്യൂസ് വളരെ പെട്ടെന്ന് സ്പ്രെഡ് ആയി. ജുവോൺ അറിയുമ്പോ അവളും അങ്ങോട്ടങ്ങ് ഓടുന്നു. ഇപ്പൊ ഹേജനും ജുൻഹോയെ കണ്ടിട്ട് വളരെ കൂളായിട്ട് നിൽക്കുമ്പോ സൻഹ അവന്റെ അടുത്ത് പറയുന്നത്, എടാ പറയടാ നീ എന്തുവാടാ ജുവോന്റെ അടുത്ത് അവളുടെ അമ്മയെ പറ്റിയിട്ട് പറഞ്ഞത്? ഇത് കേട്ട ഹേജന്റെ ഫേസിൽ എക്സ്പ്രഷൻ അങ്ങ് മാറി ദേഷ്യം വന്ന് ഇപ്പൊ അവന്റെ അടുത്തോട്ട് ചെന്നിരിക്കുകയാണ്. അവനും ജുവോണിനോടൊന്നും പറയത്തില്ല എന്ന് വാക്ക് കൊടുത്തോണ്ട് തന്നെ അവരുടെ അടുത്തൊന്നും പറയുന്നില്ല. ഇപ്പൊ ജുവോൺ ഓടി വന്ന് നോക്കുമ്പോ ഒരു ടെറർ രംഗം കണ്ട് അവളും അകത്തോട്ട് ചെന്നിട്ട് അപ്പോഴാണ് സൻഹയും ചോദിക്കുന്നത്, അവക്ക് എപ്പോഴും ചിരിച്ച മുഖമാണെന്നാണോ നീ പറഞ്ഞത്? ഇത് കേട്ട ജുവോണും അവനൊന്നും പറഞ്ഞിട്ടില്ല. ഡയറക്റ്റ് ആയിട്ട് അവൻ എനിക്ക് അമ്മയില്ലാത്തതിനെ പറ്റിയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് അവളും അവൻ യഥാർത്ഥത്തിൽ പറഞ്ഞ കാര്യമൊക്കെ പറയുന്നത്. ഇത് കേട്ട് നമ്മുടെ ഹേജിനും നീ അതാണോ അവളുടെ അടുത്ത് പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുമ്പോ ജുവോണും അവനെ നോക്കുമ്പോഴാണ് അവൻ പറയുന്നത്, നീയല്ലേ പറഞ്ഞത് ആരോടും പറയരുതെന്ന്, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്നിങ്ങനെ. പിന്നെ നീ എന്തിനാ അവന്റെ കോളറി പിടിച്ചോണ്ട് നിന്നേന്ന് നമ്മുടെ ജുവോണ് ഹേജനോട് ചോദിക്കുമ്പം അവിടെ യഥാർത്ഥത്തിൽ നടന്ന സംഭവം കാണിക്കുന്നത്. അവള് തന്നെ ആരടുത്തും പറയില്ലെന്ന് പറഞ്ഞ ഇപ്പൊ അവള് തന്നെ അവരോട് പറഞ്ഞിരിക്കുകയാണ്, ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞാനങ്ങ് സങ്കടപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യമല്ലേ, എനിക്കൊരു പ്രശ്നം ഇല്ലാന്ന് നമ്മുടെ ജുവോണും പറയുന്നത്. അങ്ങനെ അവിടുന്ന് പുറത്തിറങ്ങി പോകാൻ നേരം നമ്മുടെ ഹേജനും അവനെ തടഞ്ഞു നിർത്തിയിട്ട് നീ അവളുമായിട്ട് ഫ്രണ്ട്സ് ആയിട്ട് പോലും ഇരിക്കണ്ട എന്നിങ്ങനെ പറയുമ്പോ ജുവോണല്ലേ അത് തീരുമാനിക്കണ്ടെന്ന് അവനെ ചോദിക്കുന്നത്. കണ്ണുരുട്ടി കാണിച്ചിട്ട് ഹേജനും അവിടെ നിന്ന് പോകുന്നത്. ഇപ്പൊ തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മുടെ ജുവോണിനോട് സൻഹയും പറയുന്നത്, ആരെന്തൊക്കെ പറഞ്ഞാലും അത് നീ ഞങ്ങളോട് വന്ന് പറയണം. നീ ഓക്കെ ആയിട്ടിരുന്നാലേ എനിക്കും ഹേജനും ഓക്കെ ആയിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ. നീ ഹാപ്പി ആണെങ്കിൽ ഞങ്ങൾ ഹാപ്പി ആവത്തുള്ളൂ എന്നൊക്കെ പറയുമ്പോ ഞാൻ എല്ലാം ഇനി മുതൽ നിങ്ങളോട് പറയാമെന്നും പറയാണ്. ഇപ്പൊ സൻഹയുടെ അമ്മയും അവരുടെ മകളുമായിട്ട് നമ്മുടെ ജുവോന്റെ അച്ഛന്റെ കടയിലെത്തുമ്പോഴാണ് സൻഹ അവിടെ എത്തുന്നത്. മോളെ നീ ഇവനെ ചേട്ടാന്ന് വിളിക്ക് എന്നിങ്ങനെ പറയുമ്പോ ആ കൊച്ചു വിളിക്കുന്നുണ്ട്. പക്ഷേ സൻഹയുടെ റിയാക്ഷൻ കണ്ട് ആ കുഞ്ഞും പേടിച്ചിരിക്കുന്നു. ജുവോനോടും കൊച്ചിനെ പുറത്തോട്ട് കൊണ്ടുപോകാനും പറഞ്ഞിട്ട് അമ്മയടുത്തും ദേഷിച്ച് സംസാരിക്കുകയാണ് അവൻ. ഇപ്പൊ ജുവോനോട് സൻഹയുടെ അനിയത്തിയും പറയുന്നത്, ഞങ്ങൾ തിരിച്ചു പോകുമ്പോ സോളിലേക്ക് ചേട്ടനെ കൊണ്ടാണ് പോകാൻ പോകുന്നതെന്ന്. ഇത് കേട്ട് നമ്മുടെ ജുവോണിന് സങ്കടം വരുന്നത്. ഇതേ സമയം സൻഹയുടെ അമ്മയും അവനെ സോളിലോട്ട് കൊണ്ടുപോകുന്ന കാര്യം പറയുമ്പോ ഞാൻ വരുന്നില്ല എന്നല്ലേ പറഞ്ഞത്. ഇത് കേട്ട് സൻഹയുടെ അമ്മയും, നീയും ഞാനും സോഹിയും ഫാമിലിയാ, നമ്മളാ ഒരുമിച്ച് താമസിക്കണ്ടേന്ന്. അപ്പൊ സൻഹയും പറയുന്നത്, ഞാൻ ഓൾറെഡി എന്റെ ഫാമിലിയുടെ കൂടെയാണ് താമസിക്കുന്നത്, എനിക്ക് നിന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ടല്ലേ ഞാൻ പറയുന്നത് എന്നിങ്ങനെ അമ്മയും പറയുമ്പോഴാണ് ഹേജനും ഇതെല്ലാം പുറത്തുനിന്ന് കണ്ടോണ്ടിരിക്കുന്നത്. ഇതും കണ്ട് അവന് വീണ്ടും അവന്റെ അമ്മ അവനെ ഉപേക്ഷിച്ചു പോയത് ചിന്തിക്കുകയാണ്. ഈ സമയം സൻഹ അവരുടെ അടുത്ത് ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്റെ ഒപ്പീനിയൻ ഒന്നും മാറ്റർ ചെയ്യുന്നില്ലേ? എന്നോട് ഒരു വാക്കെങ്കിലും ചോദിച്ചോ? ദയവ് ചെയ്ത് ഇനി തിരിച്ചു വരരുത്, എനിക്ക് അതിന് താല്പര്യമില്ല, ഇപ്പൊ നിങ്ങൾ പോകണം എന്ന് പറയുമ്പോ നമ്മുടെ ഹേജിനും അകത്ത് കയറി വരുന്നുണ്ട്. ഇത് പറഞ്ഞ സൻഹയും പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ ഹേജിനും അവന്റെ പുറകെ പോയിട്ട്, നീ അവരോട് അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു, ഞാൻ വേണമെങ്കിൽ പോയി നിന്റെ അമ്മയോട് പിന്നൊരിക്കൽ വരാനായിട്ട് ആവശ്യപ്പെടാം. ഇത് കേട്ട സൻഹയും അവന്റെ അടുത്ത് ദേഷ്യപ്പെടുകയാണ്. എടാ നിനക്കൊന്ന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ, ഞാനും അവരും തമ്മിൽ ഒരു ചെറിയ സ്നേഹബന്ധം പോലും ഇല്ല. അറ്റ്ലീസ്റ്റ് നിന്റെ അമ്മയ്ക്ക് അവര് തിരിച്ചു വരും എന്നുള്ള കള്ളത്തരെങ്കിലും പറയാനുള്ള മാന്യത കാണിച്ചായിരുന്നു. അവര് തിരിച്ചു വരുമ്പോ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം, ഞാൻ അന്നേരം നിന്റെ കാര്യത്തിൽ ഇടപെടാനായിട്ട് വരത്തില്ല എന്ന് പറഞ്ഞ സൻഹ അവിടുന്ന് പോകുമ്പോ അമ്മ കള്ളത്തരം പറഞ്ഞല്ല, അവര് പൈസ ഒപ്പിച്ചിട്ട് തിരിച്ചു വരാമെന്നാ എന്നോട് പറഞ്ഞത്. സൻഹയും തിരിഞ്ഞു നിന്ന് അവന്റെ അടുത്ത് ചോദിക്കുന്ന, അത് നീ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടായിരുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന ഹേജന് സൻഹ എടുത്തിട്ട് അടിക്കുന്നത്. അങ്ങനെ ഇവരിത്രയും പേര് നോക്കി നിൽക്കേ നമ്മുടെ ഹേജനോട് അവനും പറയാണ്, എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ രണ്ടുപേരും മറ്റുള്ളവരുടെ കണ്ണില് അമ്മമാർ ഉപേക്ഷിച്ചിട്ട് പോയ 2 കുട്ടികളാണെന്ന്. അങ്ങനെ ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീർന്ന്. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ഡ്രാമ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത കുറെ പേര് കാണും, അവർക്കൊക്കെ ഷെയർ ചെയ്യണം. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ, താങ്ക് യു.